തൃശ്ശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന് വേണ്ടി റവന്യൂ മന്ത്രി കെ രാജൻ വീടുകൾ കയറി ഇറങ്ങിയുള്ള പ്രചരണത്തിലാണ്. ഇപ്പോൾ മന്ത്രി തന്നെ നമ്മോടൊപ്പം ചേരുന്നു. എങ്ങനെയുണ്ട് തൃശ്ശൂരിലെ ഇത്തവണത്തെ അവസ്ഥ? വളരെ അനുകൂലമാണെന്ന് മാത്രമല്ല, നേരത്തെ ആരംഭിച്ചതിനേക്കാൾ കൂടുതൽ ആവേശകരമാണ്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അഭ്യർത്ഥനയുമായി സ്ക്വാഡ് ഇറങ്ങുന്നത് മൂന്നാം തവണയാണ്. മൂന്നാം തവണത്തെ അഭ്യർത്ഥന നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞ് വേണം സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന കൊടുക്കാനെന്നുള്ളതുകൊണ്ട് നേരത്തെ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും സ്ഥാനാർത്ഥി അഭ്യർത്ഥന ഇന്ന് മുതലേ നമ്മൾ കൊടുത്തു തുടങ്ങുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും നോമിനേഷൻ അംഗീകരിച്ചതിന് ശേഷം പത്രിക കൊടുത്ത് നോമിനേഷൻ അംഗീകരിച്ചതിന് ശേഷം ആ പ്രവർത്തനം തുടങ്ങുക. ഇപ്പോൾ ഇവിടെ 76-ാം ബൂത്തിലെ സ്ക്വാഡ് ഇറങ്ങുമ്പോൾ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ നല്ലതുപോലെ പ്രതികരിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റീവാണ്. ഓരോ പ്രശ്നങ്ങളും അവർ സൂചിപ്പിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും രാജ്യത്തെ രാഷ്ട്രീയം നല്ലതുപോലെ ബോധ്യമുണ്ട്. കേരളത്തിൻ്റെ കടമെടുക്കാനുള്ള സാധ്യത ഇല്ലാതാക്കി കേരളത്തെ പ്രളയത്തിൻ്റെ കാലത്തതുപോലെ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കഴുത്തു പിടിച്ച് ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികാരം വളരെ കൃത്യമാണ് എന്ന ആളുകൾ ബോധ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം എനിക്ക് തോന്നിയൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് വരെയില്ലാത്ത പോലെ ഈ പ്രദേശമൊക്കെ സാധാരണ കാണുന്ന ആളുകളാണ്. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലടച്ചു എന്നുള്ളത് ആളുകൾക്കിടയിൽ ഒരു വികാരമുണ്ട്. കാരണം അവർക്കെതിരായി വരുന്ന എല്ലാ ശബ്ദങ്ങളെയും ഇല്ലാതാക്കാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയം ജനാധിപത്യ വിരുദ്ധമാണെന്ന അഭിപ്രായത്തിനോട് യോജിപ്പുണ്ട്. ഈ രണ്ട് പ്രശ്നങ്ങളും ദേശീയ രാഷ്ട്രീയത്തിൽ മതനിരപേക്ഷത, ജനാധിപത്യ വിരുദ്ധത, ഇതെല്ലാം വളരെ വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം ഉള്ളൊരു പ്രശ്നം, അവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കിഫ്ബി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വന്നതോടെ വികസനം കണ്ണിൻ്റെ നേരെ കാണാൻ കഴിയുന്ന വിധത്തിലുള്ള മാറ്റം, വീടുമുറ്റത്തേക്ക് വികസനം വന്നതിൻ്റെ ശ്രദ്ധേയമായ ഒരു കാഴ്ച ആളുകൾക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നവർ രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ ഈ വരുന്ന വഴികളിലൊക്കെ അവർ പറഞ്ഞു 3 കോടി രൂപ ചെലവഴിച്ചൊരു UP സ്കൂള്, നമ്മൾ ഈ വന്നു കയറുന്ന സ്ഥലത്ത് നിൽക്കുന്ന UP സ്കൂള്, ഇതൊന്നും ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിനേക്കാൾ അപ്പുറത്താണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്നാൽ ഇതിൻ്റെ ചുറ്റുവട്ടത്താണ് നമ്മുടെ നടത്തറയിൽ നിന്ന് കണ്ണാറ വരെ പോകുന്ന 50 കോടി രൂപ അനുവദിച്ചിട്ടുള്ള BMBC റോഡ്, അതിൻ്റെ തൊട്ടപ്പുറത്താണ് ITയുടെ 2 നില കെട്ടിടം, അതിൻ്റെ ഇപ്പുറത്താണ് 3 നിലകളിൽ പ്രവർത്തിക്കുന്ന UP സ്കൂള്, തൊട്ടപ്പുറത്താണ് വില്ലേജ് ഓഫീസ്. ഞാൻ പറഞ്ഞ ഒരു 100 മീറ്റർ വ്യാസത്തിൻ്റെ ചുറ്റുമുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ ആളുകൾക്ക് വികസനം അവരുടെ കൺമുമ്പിൽ കാണാൻ കഴിയുന്ന വിധത്തിലുള്ളൊരു ആവേശം, അത് പഞ്ചായത്താണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും. അതോടൊപ്പം മൂന്നാമത്തെ കാര്യമായി തോന്നിയത്, സ്ഥാനാർത്ഥി വളരെ പോപ്പുലറാണ്. അവരുടെ വീട്ടിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ പോലെ അവർക്ക് അത് നല്ലതുപോലെ കാണാൻ കഴിയുന്നുണ്ട്. അവർ സുനിച്ചേട്ടൻ എന്ന പേര് തന്നെ ഉപയോഗിച്ചുകൊണ്ട് പലരും അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതും വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലാബിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പ്രധാനമായിട്ടൊരു സംഭവം എന്ന് പറയുന്നത്, ഇപ്പോൾ ED അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഒക്കെ വളരെ സജീവമായിട്ട് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലും കണ്ടതുപോലെ വളരെ സജീവമായിട്ട് ഇപ്പോൾ കേരളത്തിൽ സജീവമാണ്, പ്രത്യേകിച്ച് തൃശ്ശൂർ സജീവമാവുന്നുണ്ട്. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ സാധ്യത? ഞാൻ പറഞ്ഞത് നേരത്തെ തന്നെ BJPയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളും വലതുപക്ഷ മാധ്യമങ്ങളും പറഞ്ഞിരുന്നൊരു കാര്യം, ഇടക്കാലത്ത് കുറച്ച് നാൾ നിശബ്ദമാണെങ്കിലും തെരഞ്ഞെടുപ്പ് ആവുന്നതോടുകൂടി ED വർദ്ധിത വീര്യത്തോടെ വിഷയങ്ങളുണ്ടാക്കാൻ, ആരെയും തെളിവ് നൽകാനോ ഏതെങ്കിലും വിധത്തിൽ മറ്റു നടപടികളിലേക്ക് കിടക്കാനോ അല്ല, ആളുകൾക്കിടയിൽ ഒരു ആശങ്ക ജനിപ്പിച്ചുകൊണ്ട് ഒരു പ്രശ്നമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ EDയുടെ ഇടപെടലുണ്ടാകും എന്ന് നേരത്തെ അവർ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. അത് യാഥാർത്ഥ്യമാകുകയാണ്. പക്ഷേ അതിലൊന്നും അവസാനിക്കുന്ന പ്രശ്നങ്ങളല്ല. വളരെ ശക്തമായി ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകും. ആരെയും നിയമപരമായി കുറ്റമുണ്ടെങ്കിൽ ആർക്കെതിരെയും നടപടിയെടുക്കാൻ അവകാശമുണ്ട്. പക്ഷേ അനാവശ്യമായ ആശങ്കകൾ സൃഷ്ടിക്കാനുള്ള ഈ ശ്രമം വളരെ അപകടകരമാണ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇത്തവണ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയുടെ മാത്രമുള്ളൊരു പ്രത്യേകത, സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന കൊടുക്കുക എന്ന് മാത്രമല്ല, സ്ഥാനാർത്ഥി വീട്ടുകാരോട് നേരിട്ട് സംസാരിക്കുകയാണ്. ഇപ്പോൾ ഇതിനകത്തൊരു QR കോഡ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് നെറ്റില്ലല്ലേ, മറ്റൊന്നും ജിത്തു അതൊന്ന് റെഡിയാക്കി തന്നെ. ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു QR കോഡിനകത്ത് സ്ഥാനാർത്ഥിക്ക് തന്നെ നേരിട്ട് ആളുകളോട് സംസാരിക്കാൻ കഴിയുന്ന വിധത്തിൽ ഉള്ള വളരെ പ്രത്യേകമായിട്ടുള്ളൊരു ടെക്നോളജി ഇതിനകത്ത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ ഒരു പ്രസ്താവനയുടെ കാര്യം. അപ്പോൾ പ്രസ്താവനയിൽ തന്നെ ഉള്ള ഒരു പ്രത്യേകത ആളുകൾക്കിടയിൽ നല്ലതുപോലെ കാണാൻ കഴിയുന്നുണ്ട്. അത് എല്ലാ വീടുകളിലും ഞങ്ങൾ വളരെ ബോധപൂർവമായി കാണിക്കുന്നുണ്ട്. നെറ്റിൻ്റെ എന്തൊരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. നെറ്റിൻ്റെ കുറച്ച് സമയം പിടിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു QR കോഡ് രേഖപ്പെടുത്തിയതുകൊണ്ട് വീട്ടിൽ ചെന്ന് ഈ സാധനം കാണിക്കുമ്പോൾ ആളുകൾക്ക് നേരിട്ട് സംസാരിക്കാൻ കഴിയുന്ന വിധത്തിൽ മാറുകയും ചെയ്തിട്ടുണ്ട്. വേറെന്താ പറഞ്ഞു? അപ്പോൾ ഈ
ഇപ്പോൾ ഇതൊരു ഭയപ്പെടുത്തൽ, ഇപ്പോൾ ഇവരുടെ ഈ വരവ് ഒരു ഭയപ്പെടുത്തൽ മാത്രമാണ്, അതിനപ്പുറത്തേക്ക് വേറെ വിഷയങ്ങളൊന്നും ഇതിനകത്ത് അവർക്ക് ചെയ്യാനും കഴിയില്ല. അല്ല, ഇപ്പം കാണുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്താമായിരുന്നു. ഇ വരികയും ഒരു കാലഘട്ടത്തിൽ ഗ്യാപ്പ് രേഖപ്പെടുത്തുകയും വീണ്ടും തെരഞ്ഞെടുപ്പിൻ്റെ നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ അടുത്ത ഈ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യുന്നത് വളരെ ബോധപൂർവമായിട്ടുള്ള ചില തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ടായിരിക്കും. ഇതിനൊന്നും ഞങ്ങൾ ഭയപ്പെടുന്നില്ല, ആളുകൾ പേടിക്കുന്നില്ല. ആരെയും ചോദ്യം ചെയ്യാനും ആരെയും പരിശോധിക്കാനുള്ള അവരുടെ അവകാശം അവർ ഉപയോഗിക്കട്ടെ. ജനാധിപത്യത്തിൽ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും പ്രതിഷേധിക്കാനുമുള്ള അവസരങ്ങളൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടതാണ് ഈ മണ്ഡലം, ഇത്തവണ അത് തിരിച്ചു പിടിക്കും. അല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആകെ ഉണ്ടായിട്ടുള്ള ഒരു പൊതു അന്തർധാരയിൽ മാറിയതാണ്, അല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് ഉണ്ടായതല്ല. ഇത്തവണ എന്ത് വില കൊടുത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ലോക്സഭാ സീറ്റിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് രേഖപ്പെടുത്താവുന്ന വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും അത് നന്നായി മുഴച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങളാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയസാധ്യത ഓരോ ഘട്ടം തോറും വർദ്ധിക്കുകയാണ്. ഒരു പേടിയും ഇത്തവണ ഞങ്ങൾക്കില്ല. തൃശ്ശൂരിൻ്റെ ലോക്സഭാ സീറ്റ് 17 തവണ നടന്ന മത്സരങ്ങളിൽ മഹാഭൂരിപക്ഷവും തവണ ഞങ്ങൾ വിജയിച്ചിട്ടുള്ളതുപോലെ തന്നെ ഇത്തവണയും വിജയിക്കാൻ ഒരു പ്രയാസം ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. ഏതായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് വീടുകൾ കയറി ഇറങ്ങിയിട്ടുള്ള പ്രചരണത്തിൽ നല്ല പ്രതികരണം ആളുകളിൽ നിന്ന് ലഭിക്കുന്നു എന്നാണ് മന്ത്രി കെ രാജൻ തന്നെ വ്യക്തമാക്കുന്നതെന്നാണ്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഈ ജനാധിപത്യത്തിൻ്റെ മാർഗത്തിൽ കാണുന്ന ഒരു മര്യാദകളല്ല എതിർപക്ഷം കാണിക്കുന്നത് എന്നുള്ളത് വളരെ ഖേദകരമാണ്. ഇപ്പോൾ ഇന്നലെ തന്നെ നോമിനേഷൻ പത്രിക സമർപ്പിക്കുമ്പോൾ VS സുനിൽകുമാർ എന്ന പേരിന് പകരം ഒരു അപരനെ തരാൻ വേണ്ടി തീരുമാനിക്കുന്നത് പരാജയ ഭീതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളപ്പെടുത്തലാണ്. എന്താണ് തെരഞ്ഞെടുപ്പിൻ്റെ ജനാധിപത്യം? തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം ചർച്ചയിലാണ്. ആ രാഷ്ട്രീയം തന്നെയാണ് പൂർണ്ണമായും ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എതിർപക്ഷം പരാജയ ഭീതി കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിക്ക് അപരനായി ഒരാളെ നിർത്തി അങ്ങനെ വോട്ട് പിടിച്ച് ജനാധിപത്യത്തെ തോൽപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. രാഷ്ട്രീയത്തെയും ജനാധിപത്യത്തെയും അങ്ങനെ തോൽപ്പിക്കാനാകില്ല. അപരന്മാരെ നിർത്തി വോട്ടുകൾ തെറ്റിക്കുത്തും എന്ന് ധരിപ്പിച്ച് അങ്ങനെ മാറ്റാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ കൂടി റിസൾട്ടായിരിക്കും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കാണാൻ വേണ്ടി പോകുന്നത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തൃശ്ശൂരിനെ പ്രത്യേകിച്ച് ഒരു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും അതുപോലെ തന്നെ ഇൻകം ടാക്സിൻ്റെ ഒക്കെ ഇടപെടലുണ്ടാവുമെങ്കിൽ പോലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDF സ്ഥാനാർത്ഥിയും അതുപോലെ LDF നേതൃത്വവും വലിയ വിജയം കാഴ്ചവെക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് റിപ്പോർട്ടർ ജയ്സൈൻ. റിപ്പോർട്ടർ, തൃശ്ശൂർ.